എല്ലാ മുത്തുമണികൾക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബർക്ക് കുറവാണ് കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വിജയിനെ കുറിച്ചിട്ട് ഒരു കോൺട്രവേഴ്സി എന്നല്ല, ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ, അനാവശ്യമായ ഒരു ഇഷ്യൂ. കാരണം വിജയ് ഒരു ഇഫ്താർ സംഘടിപ്പിച്ചു ചെന്നൈയിൽ. സാധാരണ വിജയ് എല്ലാ വർഷവും ഇഫ്താർ വിരുന്ന് നടത്തുന്നതാണ്. ഈ വർഷം അതൊരു ഇഷ്യൂ ആയി മാറി. കാരണം ഒന്നാമത് ഇസ്ലാം മത വേഷത്തിൽ അവിടെ പോയി ഇഫ്താർ വിരുന്നിൽ ഒരുപാട് സമയം ചെലവഴിച്ചു. അതുപോലെ അത് കഴിഞ്ഞു നിസ്കരിക്കും കൂടിയും ചെയ്തു. ഇതും കൂടി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് കുരുപൊട്ടി കേട്ടോ, പ്രത്യേകിച്ച് ഈ സംഘികളെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം മനസ്സിലെന്താ പറയുക, വിദ്വേഷമായിട്ട് നടന്നിട്ട് എന്തിനാണിങ്ങനെ ഒരു മതത്തെ റെസ്പെക്റ്റ് ചെയ്തതാണ്. ഈ ഒരു പുണ്യമാസത്തിൽ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ഇത്. അല്ലാതെ ഇസ്ലാം മതത്തിൽ പോകുക ഒന്നും ചെയ്തിട്ടൊന്നും. കുറേ ആൾക്ക് എന്തിനാ സോഷ്യൽ മീഡിയയിൽ കേട്ടോ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ, ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വെറുതെ അനാവശ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായത്. ഒരു മതത്തെ റെസ്പെക്റ്റ് ചെയ്തു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് നിൽക്കുന്നത്. ആ ബോധം ഇപ്പോൾ ആർക്കും ഇല്ല കേട്ടോ. അത് ഉണ്ടാകുമ്പം ആ ഒരു ജനാധിപത്യ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും റെസ്പെക്റ്റ് എന്നുള്ളത് എല്ലാ മതത്തോടും എല്ലാ കൾച്ചറിനോടും എല്ലാത്തിനോടും നമ്മൾ അങ്ങോട്ടും ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും ഉണ്ടാകുന്നുള്ളത് ഒരു ഇതുണ്ടല്ലോ, അതാണിപ്പം സംഭവിച്ചത്. കാരണം സാധാ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യം ഈ വർഷവും ചെയ്തു, അത്രയേ ഇല്ലൂ കേട്ടോ. അതിന് വെറുതെ നമ്മൾ അങ്ങോട്ടും പിന്നെ ചളി വാരിയിട്ടൊന്നും വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ നമ്മളെ തന്നെ കളയുക ആണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസില്ല ഒരാൾ വിജയാണ് കേട്ടോ. അപ്പം തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മളെ കേരളത്തിലായാലും നമ്മളെ നടന്മാരെ പോലും വെല്ലുന്ന രീതിയിലാണ് കളക്ഷനൊക്കെ വരുന്നത് വിജയിൻ്റെ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളായതുകൊണ്ടാണ് പ്രത്യേകിച്ച്. കാരണം ഇത്രക്കും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് സ്വാഭാവികമായിട്ടും ആർക്കായാലും ഒരു കുരു പൊട്ടും. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാൻസുകാർ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യണമെന്നില്ലല്ലോ. ഫാൻസുകാർ മാത്രമല്ല, പിന്നെ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുക, അയാളെ വെറുതെ വിടുക. ഒരു പുതിയ പാർട്ടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നോക്കുക. കാരണം പുതിയ ആൾക്കാരുകൾ വരട്ടെ, പുതിയ നിയമങ്ങൾ വരട്ടെ. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു.